അടുത്തതായിട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്? അടുത്തത് കൊഞ്ചട. കൊഞ്ചട, ചെമ്മീൻ്റെ അട. കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കും, കാരണം ആ നേരം കൊണ്ട് ഞാൻ മിനറൽ വാട്ടർ മൊത്തം കുടിച്ച് തീർത്തു. ഇപ്പോൾ ഒരു കുപ്പിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ചോപ്ഡ് ഓണിയൻ കുറച്ചിടാം. കുറച്ച് സവോള അരിഞ്ഞത്, കരിവേപ്പില കുറച്ച് ഇടാം. തേങ്ങ കുറച്ചിടാം. കുറച്ച് തേങ്ങ ഇടുക. ഒന്ന് ചൂടാവണം. ജസ്റ്റ് ഒന്ന് ചൂടാകണം. ശരിക്കും ആ തേങ്ങയുടെ ഇതും കറിവേപ്പിലയുടെയും ആ ഓണിയൻ്റെ എല്ലാം കൂടി സത്തങ്ങ് ശരിക്കും ഇളകി ആ വെള്ളത്തിൽ അലിയും. തിളച്ചപ്പോൾ തന്നെ നമ്മൾ അരിപ്പൊടിയല്ല, അപ്പത്തിൻ്റെ പൊടിയാണ്. അപ്പപ്പൊടി നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഇടുന്നുണ്ട്. നമ്മൾ അടയാണല്ലേ അട ഉണ്ടാക്കുന്നുള്ള ചൂടുള്ളതിൽ ശരിക്കും നമ്മൾ കുഴച്ചെടുക്കുക. അങ്ങോട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക. നമുക്ക് അടയ്ക്കുള്ള ബാറ്റർ റെഡിയായി. മിക്സിങ് ഉണ്ടാക്കാം. ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ അടയ്ക്കുള്ള സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് ഉണ്ടാക്കണം. നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കടായ കത്തിച്ച് വെച്ചേക്കാണ്. കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനകത്തോട്ട് ചോപ്ഡ് ഓണിയൻ കുറച്ച് ആഡ് ചെയ്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, സോൾട്ട്, കുറച്ച് ഉപ്പ്. പ്രോൺസ് ഇത് ഓണിയൻ സോട്ടാവാൻ നിൽക്കണ്ട. അതിന് മുമ്പ് പ്രോൺസ് ഇടണം അല്ലേ? പ്രോൺസ് ഇടാം. പച്ച പ്രോൺസ്. കുറച്ച് നല്ല ചെമ്മീൻ നുറുക്കിയ ചെമ്മീൻ അതിനകത്തോട്ടിട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട്. പ്രോൺസ് പെട്ടെന്ന് കുക്കാവാണ്ട് എല്ലാം ഒന്നിച്ച് തന്നെ ഇടാം. അറ്റ് ടൈം കുഴപ്പമില്ല. ഓക്കെ. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പെപ്പർ, കുരുമുളക് പൊടി, കുറച്ചും കൂടെ സാൾട്ട് വേണം നോക്കി ആഡ് ചെയ്യാൻ. ഇട്ടിട്ടുണ്ട്. ശകലം വെള്ളം ആഡ് ചെയ്യും. ലേശം വെള്ളം ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടോ? അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറണം അല്ലേ? ശരിക്കും ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിലോട്ട് മാറ്റാം. നമ്മൾ ഒരു ബൗളിലോട്ടെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ വാഴയില എടുത്തിട്ടുണ്ട്. അട ഉണ്ടാക്കാൻ പോകല്ലേ, വാഴയില എടുത്തിട്ടുണ്ട്. നമ്മൾ ഇല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചൂടാണ്. എന്നാലും അങ്ങനെ തന്നെ ചെയ്യുക. ഇത് നമുക്ക് ചൂടാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ മുക്കി ചെയ്യാതെ അതോട് ഫില്ലിങ് ആഡ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഫില്ലിങ് അങ്ങ് ആഡ് ചെയ്യുക. മടക്കുക. നേരെ അങ്ങോട്ട് മടക്കി വയ്ക്കുക. മടക്കി വരാം നമുക്ക്. ഇനി നമ്മൾ ഇഡലി പാത്രത്തിനകത്ത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ചൂടാക്കാൻ വേണ്ടി നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാവ് പരത്തി അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഫില്ലിങ് ഉണ്ടാക്കിയ ഫില്ലിങ് നിറച്ചു മടക്കി ഒന്ന് അമുക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിലിട്ടാണ് സ്റ്റീം കയറ്റാൻ പോവുക. അത് അടച്ചങ്ങ് വയ്ക്കുക. ഒരു എത്ര നേരം വേണം? ഒരു 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനട റെഡി ആവും. എന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്ന ആവിയൊക്കെ പിടിച്ച് നമ്മുടെ അട ആയിട്ടുണ്ടാവും. നല്ല വാട്ടർ പേപ്പറൊക്കെ കവേർഡ് ആയിട്ടുള്ള ഇല. വീണ്ടും നമ്മൾ പ്ലേറ്റിൽ വാഴയില വട്ടത്തിൽ കയറി വെച്ച് അതിനകത്തോട്ട് നമ്മുടെ അട. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് പുള്ളിക്കാരെങ്ങനെ ബാക്കിലോട്ടൊന്ന് വലിഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടയും ആയിട്ടുണ്ട്, നമ്മുടെ പുട്ടും ആയിട്ടുണ്ട്, നമ്മുടെ കപ്പ ചിക്കൻ ഡംപ്ലിങ്സ് അതും ഉണ്ട്. അപ്പോൾ ശ്യാമേട്ടാ, ഞാനിപ്പോൾ എന്തായാലും അവിടെ പോയി കഴിക്കാൻ പോകണം. താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തായാലും അവിടെ പോയി കഴിക്കാം. അവിടുന്ന് ടേബിളിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടൻ ഫുഡ് ഹൈഫൈ സെറ്റപ്പിൽ തന്നെ ഞങ്ങൾ കഴിക്കാൻ പോകും. ഓക്കെ. ഇപ്പൊ എന്തായാലും കൂടുന്നില്ല അതിന്റെ ഒപ്പം? ഇല്ല, ഞാനിപ്പോൾ കഴിച്ചുള്ളൂ. സോ അതിൻ്റെ ഇടയ്ക്ക് അതും ചെയ്തു. അതെ. അപ്പോൾ നമ്മുടെ ഫുഡ് വരുന്നുണ്ട്. ഡേറ്റ്സ് ആൻഡ് ചീസ് പുട്ട്, നമ്മുടെ കപ്പ ചിക്കൻ ഡംപ്ലിങ്സ്, പപ്പടം, പുട്ടിൻ്റെ ഒപ്പം നമ്മുടെ അട, ചെമ്മീനട. പേരെന്താണ്? ജിനു. താങ്ക് യു. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ വന്നേക്കാണ്. ഇപ്പം എല്ലാം വാഴയിലൊക്കെ ആയിട്ട്. ഇപ്പം ഏതിന്ന് തുടങ്ങണം? ഞാൻ ഏതിന്ന് തുടങ്ങിക്കോ. ഏതി തുടങ്ങും?
ഡംപ്ലിങ്സ് തുടങ്ങാം. അത് സ്റ്റാർട്ടറാണ്. ഡംപ്ലിങ്സ് കപ്പ ചിക്കൻ ഡംപ്ലിങ്സ്. അപ്പോൾ കപ്പ ചിക്കൻ ഡംപ്ലിങ്സ് ഇതിപ്പോൾ എന്തായാലും സ്പൂൺ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഞാൻ കോരി തിന്നണേ. ഇതിൻ്റെ ടേസ്റ്റ് നേരത്തെ ഷെഫ് പറഞ്ഞ പോലെ തന്നെ ആ ഗ്രേവി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഇത്തിരി സ്വീറ്റ് സവോളയുടെ എരിവും കൂടി ആ കപ്പയ്ക്ക് കിട്ടുന്നത്. ഇത് സ്റ്റാർട്ടറായിട്ട് നന്നായിട്ട് മൂവ്മെന്റ് ഉണ്ടല്ലേ? ഇതുണ്ട് കപ്പ ചിക്കൻ ഡംപ്ലിങ്സ് നല്ല മൂവ്മെന്റ്. അത് ഉണ്ടാക്കണേ കണ്ടല്ലോ, വീട്ടിലുണ്ടാക്കി നോക്കുകയും ചെയ്യാം, പിന്നെ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം കുറേ ഇങ്ങോട്ട് വരെ കഴിക്കാം. അതെ. അടുത്ത ചെമ്മീനടയും സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടേഴ്സായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇത് മെയിൻ കോഴ്സിലെ പുട്ട്. സോ ചെമ്മീനട 70 തീർന്നിട്ട് മധുരത്തിലോട്ട് കറക്റ്റ്. ചൂടുണ്ട്. ഇപ്പോൾ സൈഡിലൊരു ചെമ്മീനും ഉണ്ട്. തേങ്ങാപ്പിര മുങ്ങിയത് കാരണം ചെമ്മീൻ്റെ ടേസ്റ്റ് തേങ്ങയുടെ കൂടി കിട്ടുന്നുണ്ട്. നമ്മുടെ അടയുടെ ഇതില്ലേ മാവില് ശരിക്കും ആ പച്ച കറിവേപ്പിലയുടെ ടേസ്റ്റും തേങ്ങയുടെ എല്ലാം കൂടിയാണ് അത് ശരിക്കും അത് ഞെരുക്കിയത് അത് വെച്ചിട്ടാണല്ലോ ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ ചെമ്മീൻ്റെ ടേസ്റ്റ് പറഞ്ഞല്ലോ, ചെമ്മീൻ അല്ലാത്ത ടേസ്റ്റാണ്. ഇങ്ങനെ ഇത്തിരി ഗ്രേവി ആയിട്ടുണ്ടാകുമ്പോൾ കൂടും. നമ്മുടെ വേറെ ഏതൊക്കെ ബ്രാഞ്ചസ് കിട്ടും? 2 ആഴ്ച ആയിട്ടുള്ളൂ പറയുന്നു, പക്ഷെ ഫുഡ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലൈക്ക് 10 years വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതിൻ്റെയാണ് കൂടുതൽ ബ്രാഞ്ചസ്. ആദ്യം ലൈക്ക് ഇത് എങ്ങനെ ഇതൊന്ന് സെറ്റിൽ ആയിട്ട് then we'll think about it. അപ്പോൾ ഇത് ചെമ്മീൻ്റെ ഒരു സൈഡും കഴിഞ്ഞു. ഇനി മെയിൻ കോഴ്സ് പുട്ടിൻ്റെ ഒപ്പം പപ്പടം കൂടണം അല്ലേ? പുട്ട് വൈകുന്നേരമാണ് മൂവ്മെന്റ് കൂടുതലുള്ളത്. സോ വൈകുന്നേരം കൊടുക്കുമ്പോൾ പപ്പടവും പയറും കൊടുക്കാറുണ്ട്. അതെ, പയർ കിട്ടിയില്ല. ഇത് ആ ചീസ് നേരത്തെ പറഞ്ഞ ഒരു ലെയർ ആയിട്ട് കറക്റ്റ് ഉള്ളൊരു. ഇത് യൂഷ്വലി ലൈക്ക് ഗേൾസ് ഈ ചീസ് ആൻഡ് ഡേറ്റ്സ് പുട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്കും കഴിക്കാം. അവർക്ക് സ്ട്രോബെറി ചീസ് പുട്ട് ഡേറ്റ്സ് അങ്ങനെ ഒരു മധുരം എന്നുള്ള രീതിയിൽ മാത്രമാണ് തന്നത്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും പുട്ടും ആ തിറപ്പും നല്ലൊരു റിച്ച് ആണ്. ഒരു മിക്സ്ചർ, ഒരു സ്വീറ്റ് മിക്സ്ചർ കിട്ടും. മറ്റേ ലൈക്ക് ഇറച്ചി അതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സ്പൈസസ് കൂടിയായിരിക്കും. ഇത് സ്വീറ്റ് ഡിഷ് പോലെ. എന്നാലും ഇത്ര നല്ല എന്താ പറയുക ഫുഡ്, നമ്മുടെ നാടൻ ഫുഡ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കൊടുക്കാൻ ശരിക്കും നല്ലത് തന്നെയാണ്. ആൾക്കാർ കൂടുതൽ പ്രശ്നമാവും, അവർക്ക് ഇത്തിരി പ്രൈവസി ആയിട്ടൊന്ന് കഴിക്കാനും പറ്റും. മൊത്തമുണ്ട്. എന്തായാലും നമ്മുടെ കട സ്റ്റീം പോട്ട് പാളയത്തുനിന്ന് പട്ടത്തുനിന്ന് കോസ്മോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് വൈദ്യുതി പോകാനുണ്ട്. അതിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് നമ്മുടെ കട ഇരിക്കുന്നത്. നല്ല നാടൻ ഫുഡ് നല്ല സെറ്റപ്പിൽ നല്ല രീതിയിൽ നല്ല ടേസ്റ്റോടെ നമുക്ക് തരുന്നുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എന്നെ പോലെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിച്ചാലും ഒരു കുഴപ്പമില്ല, നന്നായി കഴിച്ച് നന്നായിട്ട് കഴിക്കാം. നല്ല ഫുഡാണ്. വളരെ താങ്ക് യു. ഞാൻ ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള കുറേ ഡിഷസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി, ചട്ടി ബിരിയാണി, പല വെറൈറ്റി ബിരിയാണീസ് ഉണ്ട്. ഇതെല്ലാം തട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോകുള്ളൂ. എന്തായാലും വളരെ താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നോ അറിയാം, ഒക്കെ തിന്നിട്ടേ.